ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. എത്നിക് വെയർ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും നേരം കളയാണ്ട് വീഡിയോയിലോട്ട് പോവാം. 3.5 മീറ്റർ കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ സീക്വൻസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. അത് 3 മീറ്റർ നമ്മൾ ബോട്ടത്തിൻ്റെ പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ 1/2 മീറ്റർ മാറ്റി വെച്ചിട്ട് ബാക്കി 3 മീറ്റർ 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ അവിടെ ആയതുകൊണ്ടാണ് 1 ഇഞ്ച് മാർക്ക്, അല്ലെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടാറുള്ളൂ. പക്ഷേ ഇത് ബോട്ടത്തിൻ്റെ പോർഷനാണ്, വേസ്റ്റിന് അവിടെ ആയതുകൊണ്ട് 1 ഇഞ്ച് തന്നെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കറക്റ്റ് 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. നമ്മൾ 4ആക്കി മടക്കി വെച്ചിട്ട് 28 നമുക്ക് ടോട്ടൽ കിട്ടുക. ഇനി താഴത്തോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 40 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത്തായിട്ട്. അപ്പോൾ അത് വെയിറ്റ് വെച്ചതാണ് കേട്ടോ, കാരണം ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ നമ്മുടെ ടാപ്പ് അങ്ങോട്ടും ഇളകി പോകാണ്ടൊക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് വെച്ചതാണ്. നമ്മൾ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് അതേപോലെ തന്നെ നമുക്ക് എത്ര മാക്സിമം ഫ്ലെയർ കിട്ടുമോ അത്രത്തോളം വെച്ചിട്ട് 40 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോത്തേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അമ്പർല കട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് അത്രയും ഇല്ലാത്തത് കൊണ്ട് ക്ലോത്ത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത്. അതേപോലെ ഞാൻ സെൻറ്ററിലും കൂടെ വെച്ചു കേട്ടോ. സെൻറ്ററിലും കൂടെ വെച്ചിട്ട് താഴത്തോട്ട് 40 ഇഞ്ച് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് കേവായിട്ടാവും കിട്ടുക. ഇനി അതൊന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ താഴെ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ സൈഡിൽ 40 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, എന്നിട്ട് ആ 7 ഇഞ്ചിൻ്റെ അവിടേക്ക് നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുവാണ്. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് താഴെയും അതേപോലെ സൈഡിലും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 പോർഷൻ കിട്ടും, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കായിട്ടുള്ള 2 പോർഷൻ കിട്ടും. ഇനി ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ക്ലോത്ത്, അതിങ്ങനെ 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ടോപ്പിന് വേണ്ട ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ടോപ്പിന് ലെങ്ത്ത് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. 13 ഇഞ്ചാണ് നമ്മൾ ടോപ്പ് പോർഷൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അളവിന് വേണ്ടി എൻ്റെ ഒരു ടോപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ആം ഹോളും ബോഡി ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോഡിയുടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ ഒരു 1 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതേപോലത്തെ ഒരു പോർഷൻ കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഉള്ളത് ഒരേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ലൈനിങ് കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ 2 ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലൈനിങ് കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ബക്കറ്റ് യോക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതായിട്ട് വിഡ്ത്തായിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നല്ല വിഡ്ത്തായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള കഴുത്തായിരിക്കും കേട്ടോ. പിന്നെ താഴോട്ടൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത്തായിട്ട് താഴോട്ടുള്ള. അപ്പോൾ ഇതൊന്ന് നേരെ നീട്ടി വരച്ചു കൊടുക്കുക താഴോട്ട്. ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴോട്ട് നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, 10.5 ഇഞ്ച്, അതും നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു യു ഷേപ്പുള്ള നെക്കാണ് നമ്മൾ വരച്ചിട്ടെടുക്കുന്നത്. ഇതൊരു യു ഷേപ്പുള്ള നെക്കൊന്ന് വരച്ചിട്ടെടുക്കുവാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ നെക്ക് ലൈന് കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് ലൈൻ കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ഈ ക്ലോത്ത് ഒന്ന് വെട്ടി മാറ്റാം, കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നെക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. എന്നിട്ടിതൊന്ന് മറച്ചിടാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടു. ഇനി നെക്ക് ലൈൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. യോക്ക് പോർഷൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ലെങ്ത് ആയിട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണ്.
അപ്പോൾ ഇത് മൊത്തം നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് താഴോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ ദേ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലീറ്റ് എടുത്തിട്ട് ആ പ്ലീറ്റ് മൊത്തം ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് മൊത്തം ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം നമ്മളങ്ങനെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്, പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച ടോപ്പിൻ്റെ പോർഷൻ, ഫ്രണ്ട് പോർഷൻ ഇതിന് മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്ക് ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നെക്കുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക ബാക്ക് വശം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മടക്കി വയ്ക്കുക, രണ്ടാക്കി ഒന്നുകൂടെ ഒന്ന് മടക്കി വയ്ക്കുന്നത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ റിയൽ ആയിട്ടുള്ള നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ താഴത്തോടെ ലെങ്ത് ആയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിഡ്ത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൗണ്ട് ഷേപ്പിലുള്ള നെക്ക് വരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് വരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് നെക്ക് ചെയ്യുന്ന പോലെ തന്നെ നെക്ക് ലൈന് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ നെക്ക് ലൈന് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. ഇനി ഇതൊന്ന് മറച്ചിടാം. അപ്പോൾ അതേ നമ്മൾ മറച്ചിട്ടിട്ടുണ്ട്. ഇനി നെക്ക് ലൈന് കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷമാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴത്തോട്ടുള്ള ലെങ്ത് ആയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചിട്ടെടുക്കാം. നെക്കിൽ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ബാക്കും നമ്മൾ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഒരേപോലത്തെ നെക്ക് തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. ബാക്കിൽ നമ്മളൊരു ഓപ്പണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ചെറിയ നെക്കായതുകൊണ്ട് നമുക്ക് തല കൊള്ളില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിന് താഴത്തോട്ട്, ഇപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത കറക്റ്റ് സെൻറ്ററിന് താഴത്തോട്ട് ഒരു 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കിങ്സ് ഒക്കെ ചെയ്തിട്ടെടുത്തു. നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ലൈനിങ് നല്ല വശത്ത് വയ്ക്കുക ക്ലോത്തിൻ്റെ. എന്നിട്ട് നെക്ക് ലൈന് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഓപ്പണിങ്ങിൻ്റെ ആ ഒരു വശം വരുമ്പോൾ, താഴോട്ടുള്ള ഓപ്പണിങ് വരുമ്പോൾ വി ഷേപ്പിൽ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. താഴത്തോട്ട് ആ ഓപ്പണിങ് ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നെക്ക് ലൈനിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ നെക്ക് ലൈനിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ ബാക്ക് വശം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ച് അതിൻ്റെ ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സ് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ട് ബാക്കി വന്ന ക്ലോത്ത് കേട്ടോ അത് രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഇതിൽ കുറേ പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തുണ്ടാവും മേലോട്ടൊക്കെ. അപ്പോൾ ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ മാർക്ക് ചെയ്തതിന് താഴെ ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ താഴോട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് പ്ലീറ്റ്സ് മതി, ഒരുപാട് പ്ലീറ്റ്സ് വേണ്ട. അപ്പോൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴോട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരിക. ഇനി നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒന്നുകൂടെ ഒന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ നീട്ടി വരച്ചവിടെ ഒരു 3.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലെന്ന് നമ്മൾ താഴോട്ടത്തെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനൊരു ചെറിയ കേവായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ കറക്റ്റ് നമ്മൾ അളവിനുള്ള ഒരു ടോപ്പോ ബ്ലൗസോ എങ്ങനെയായിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളെല്ലാ വീഡിയോസിലും ഇത് കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത്. വീഡിയോ ടോട്ടലൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചിട്ട് ഇതൊരു ആവർത്തന വിരസത വേണ്ട വെച്ചിട്ടാണ് കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നത്.
അപ്പോൾ നമ്മൾ ആം ഹോൾ വരച്ചു കൊടുത്തു. ഇനി താഴത്തോട്ട് ഡൗൺ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ അവിടെ താഴത്തോട്ട് ഇതേ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മളൊരു എക്സ്ട്രാ ഒരു 1 ഇഞ്ച് ആ തയ്യൽ തുമ്പിന് വേണ്ടി താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡബിൾ ഫോൾഡൊക്കെ ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിലൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്താണ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എഡ്ജിലൂടെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് പ്ലീറ്റ്സ് ചെയ്തിട്ടെടുക്കാനാണ്. അപ്പോൾ അതേ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലത്തെ ഒരു ത്രെഡ് മാത്രം ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് പ്ലീറ്റ്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു സ്ലീവ് നമ്മൾ പ്ലീറ്റ്സ് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ അടുത്തും ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി സ്ലീവിൻ്റെ അടിവശം നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 2 സ്ലീവിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ 2 വശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സ്ലീവ് 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് സെയിം ആണ് നമ്മൾ അളവെടുത്തിരിക്കുന്നത്. ലെങ്ത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. 37 വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. 40 ആയിരുന്നു ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ലൈനിങ് അത്രയും ലെങ്ത്ത് വേണ്ട, 3 ഇഞ്ച് കുറച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബോട്ടവും ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ ബോട്ടം ലൈനിങ് കൂടെ വെച്ചിട്ട് വേസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. വേസ്റ്റ് നമ്മൾ ഒരു 1 ഇഞ്ച് നേരത്തെ വിട്ടുണ്ടായിരുന്നു, അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ബോട്ടം ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടോപ്പ് പോർഷനിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ നിവർത്തി വെച്ചിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് വേസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ വേസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിവർത്തുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു വശം നമ്മൾ അറ്റാച്ച് ചെയ്തു, ഇതേപോലെ തന്നെ മറുവശം കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കും ഫ്രണ്ടും ബോട്ടം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടത്തിൻ്റെ അടിവശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ലൈനിങ്ങും ബോട്ടത്തിൻ്റെ അടിവശം കൂടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റോൾഡ് ഹെം ചെയ്യാം. ഞാൻ ബോട്ടത്തിൻ്റെ അടിവശം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അടിവശം റോൾഡ് ഹെം ആണ് ചെയ്യുന്നത്. ലൈനിങ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടത്തിൻ്റെ അടിവശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ലൈനിങ് ഇതേ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് റോൾഡ് ഹെം ആണ് ചെയ്തിട്ടെടുത്തത്. ഇനി നമുക്ക് ടോട്ടൽ ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്യണം. ആം ഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി താഴെ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 വശവും നമ്മൾ ബാക്കും ഫ്രണ്ടും ചേർത്തിട്ട് ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ബോഡി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 വശവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണം. അതായത് നമ്മുടെ ഡ്രസ്സിനെ ഞാനൊന്ന് മറിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വയ്ക്കണം. കണ്ടില്ലേ? അപ്പോൾ ഡ്രസ്സിൻ്റെ നല്ല വശത്തിൻ്റെ ഉള്ളോട്ടാണ് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മൾ ടോട്ടൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ മൊത്തം ഇങ്ങനെ ഇറക്കി വെച്ചു. എന്നിട്ട് റൗണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്ലീവും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ബോഡി അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ സ്ലീവ് വെച്ചിട്ട് എന്നിട്ട് ബോഡി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താലും മതി. ഇത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ.
കാരണം അത് കുറച്ച് എടുത്ത് കാണിക്കാൻ വേണ്ടി കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, ഞാനത് അപ്ലോഡ് ചെയ്യാം. ഇത് നല്ല വീതിയുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറച്ച് ഫ്ലെയർ ആയിട്ട് തന്നെ 3.5 മീറ്റർ കൊണ്ട് ഇങ്ങനെ തയ്ക്കാൻ പറ്റിയത്. വീതിയുള്ള ക്ലോത്താണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിൽ ചെറിയൊരു സൂത്രപ്പണിയോട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടിയിൽ കൺകൺ സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൺകൺ സ്കേർട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ലെഹങ്ക, ഫ്രോക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നെറ്റ് വെച്ചിട്ട്, കുറച്ച് കട്ടിയുള്ള നെറ്റാണിത്. ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, സെപ്പറേറ്റ് ഒരു സ്കേർട്ടായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സിക്ക് വേണമെങ്കിലും മാറ്റി മാറ്റി ഉപയോഗിക്കാം. നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാം. കൺകൺ സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, ഹെൽപ്ഫുള്ളായി, യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടു നെക്സ്റ്റ് വീഡിയോ. ബൈ.